രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഭാരതീയ സ്ത്രീകളെ പ്രതിനിധാനം ചെയ്യുന്നത് സരോജിനി നായിഡു ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ നാട്ടുരാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് സർദാർ KM പണിക്കർ. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിക്കുന്നത് വിൻസ്റ്റൺ ചർച്ചിലാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകാതെ വർഗീയ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കില്ല എന്ന ഗാന്ധിജിയുടെ പ്രഖ്യാപനത്തിലൂടെ രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെടുന്നു. ഇതേ തുടർന്ന് സിവിൽ നിയമലംഘന സമരം പുനരാരംഭിക്കുന്നത് 1932 ജനുവരി 3-നാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയുടെ ഉപദേഷ്ടാവായിരുന്നത് മദൻ മോഹൻ മാളവ്യ ആയിരുന്നു. 1932-ലാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. 1932 നവംബർ 17-ന് മൂന്നാം വട്ടമേശ സമ്മേളനം ആരംഭിക്കുന്നു. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് ഇർവിൻ പ്രഭു ആയിരുന്നു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവുമാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൻ്റെ കാലയളവ് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെ ആയിരുന്നു. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ 46 പ്രതിനിധികളായിരുന്നു ഉണ്ടായിരുന്നത്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാതിരുന്ന ബ്രിട്ടീഷ് രാഷ്ട്രീയ പാർട്ടി ലേബർ പാർട്ടിയാണ്. മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ നടന്ന ചർച്ചകൾക്ക് സംഗ്രഹിപ്പിച്ചുകൊണ്ട് ബ്രിട്ടീഷ് സർക്കാർ ധവളപത്രം പുറപ്പെടുവിക്കുന്നു. ഈ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യക്ക് വേണ്ടി പാസാക്കിയ നിയമമാണ് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുമ്പോൾ ഇന്ത്യയുടെ സെക്രട്ടറി ആയിരുന്നത് വില്യം ബെൻ ആയിരുന്നു. 2ഉം 3ഉം വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യ സെക്രട്ടറി സർ സാമുവൽ ഹോറാണ്. 2ഉം 3ഉം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഉറുദു കവിയാണ് മുഹമ്മദ് ഇക്ബാൽ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തെ പ്രതിനിധാനം ചെയ്യുന്നത് D. രാഘവയ്യാണ്. 1ഉം 2ഉം വട്ടമേശ സമ്മേളനങ്ങളിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായി പങ്കെടുക്കുന്നത് സർ CP രാമസ്വാമി അയ്യറാണ്.